ഇല്ലാടല്ലേ നമ്മളെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലെന്ന സംഭവം നമ്മളെല്ലാവരും കണ്ടു. ഇല്ലാടല്ലേ ഇപ്പോൾ 108 മരണമായി ഏകദേശം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതേ നമുക്ക് വഴിയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇപ്പം മഴ ശക്തമായി പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ചില ജില്ലകളിലൊക്കെ ചിലവിടെയൊക്കെ മഴ കുറഞ്ഞു വന്നിട്ടുണ്ട്, ചിലവിടെയൊക്കെ മഴ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി കാണുന്നവർ സേഫായിട്ട് ഇരിക്കുക. എന്താ വെച്ചാൽ ഇപ്പോൾ മഴയത്ത് കുറേ ആൾക്കാർ, ഞാൻ എന്താ വെച്ചാൽ കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടു, കുറേ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ കണ്ടു. എന്താ വെച്ചാൽ ഈ മഴയത്ത് കുറേ ആൾക്കാർ റീൽ എടുക്കാൻ പോകുന്നുണ്ട്, കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവർക്കൊന്നും രക്ഷപ്പെടുത്താൻ അറിയില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പം എന്താ വെച്ചാൽ ചിലർക്ക് നീന്തൽ പോലും അറിയില്ല. കുറേ പെൺപിള്ളേരൊക്കെയാണ് കണ്ടത്, കുറേ പെൺകുട്ടികളൊക്കെ ഇതിരടി പോയി നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ നമ്മുടെ യൂത്ത് ഐക്കൺസ് ആയ പിള്ളേരൊക്കെ അങ്ങനെ കുറേ പേര് പോയി നിൽക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവർക്ക് വെള്ളത്തിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു സുഖം എന്താ വെച്ചാൽ പോയി എടുക്കാം എന്ന മൈൻഡ് സെറ്റിലൊക്കെ. പക്ഷെ എന്താണ് അവർക്ക് അറിയില്ല, അതിപ്പോൾ എങ്ങനെ പെട്ട് കഴിഞ്ഞാൽ അതിലെങ്ങനെ സ്വയം രക്ഷയായിട്ട് വരണം, അല്ല സ്വയം ഇതുമായിട്ട് വരണം എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ വയനാട്ടിനെ കണ്ടില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പം ലൈവ് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ഒരു ന്യൂസ് കണ്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയും അനിയത്തെയൊക്കെ ഫ്രണ്ടിലൂടെ ഒളിച്ചു പോകുമ്പോൾ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. മനസ്സിലായി, അവരെ രക്ഷിക്കാൻ പറ്റണില്ല. അമ്മ ഒരു ദുരന്തം ഉണ്ടായിരിക്കണില്ല അവിടെ. സത്യം പറയില്ല, അവിടെ ഇപ്പോഴും സൈന്യമൊക്കെ ഇറങ്ങി രക്ഷപ്പെടുത്തുന്നുണ്ട് കുറേ ആൾക്കാരെ. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയില്ല, അവിടെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മരിച്ചവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാമല്ല. അപ്പോൾ നമുക്കൊരു വഴിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രകൃതി എങ്ങനെ ചൂഷണം ചെയ്യണോ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മരം വെട്ടുകയാണെങ്കിൽ മരം, ഇല്ലെങ്കിൽ പാടങ്ങളൊക്കെ നികത്തി അതിനനുസരിച്ച് നമ്മൾ വീട് വെക്കുന്നു, ഇല്ലെങ്കിൽ പ്രകൃതി മാക്സിമം നമ്മൾ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യണോ അതിൻ്റെ ഒരു നമുക്ക് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ മഴ പെയ്യുമ്പോഴും ഈ മരം പൊട്ടി വീഴുമ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ ഉരുൾപൊട്ടിക്കില്ലാടല്ല ഇത് രാത്രി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ വയനാട് സംഭവിച്ചത് രാത്രിയാണ്. എന്താ വെച്ചാൽ നമ്മൾക്കൊന്നും അറിയില്ല, അവിടെ ഇരിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും മാറാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ അത്ര വലിയ ഒരു മല, അല്ലെങ്കിൽ ഒരു കല്ലുകൾ, മരങ്ങൾ എല്ലാം കൂടി ഒലിച്ചു വീഴും. വെള്ളവും കല്ലും മണ്ണും ചളിയൊക്കെ ആയിട്ട് ഒരാൾക്ക് മാറാൻ പറ്റില്ല. കുറച്ച് പേർക്ക് രക്ഷപ്പെട്ടില്ലാടല്ലേ. രക്ഷപ്പെട്ടവർക്ക് ഇനി സേഫായിട്ട് ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ ഇനിയും അവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മലയാണല്ലോ, മലയുടെ താഴത്തെ ഇരിക്കുന്നവർക്ക് ശ്രദ്ധിക്കാൻ വേണം മാക്സിമം. ഇപ്പം ഞങ്ങളുടെ അവിടെയും ഒരു മല സൈഡിൽ മൊത്തം ഇതുപോലെ ഇങ്ങനെ സൈഡിലേക്ക് ഒഴുകി വന്നിട്ട് റോഡിലൊക്കെ വെള്ളമാണ്. മൊത്തം റോഡിലൊക്കെ വെള്ളം പറഞ്ഞാൽ റോഡിലൊക്കെ വെള്ളം. അപ്പോൾ അവിടെ ഒന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല, ജനവാസ മേഖലയൊന്നും ആയിരുന്നില്ല, മല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നെല്ലിയാമ്പതിയിലും റോഡിൻ്റെ സൈഡൊക്കെ പൊട്ടി ഇതുപോലെ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെയും അധികം ജനങ്ങളൊന്നും ഇല്ലല്ലേ. പക്ഷേ ഈ ജനവാസമുള്ള മേഖലകളിൽ നിന്ന് മാക്സിമം നല്ലോണം മഴ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മാറി താമസിക്കുക, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ല അപ്പോൾ നമ്മൾ മുൻകരുതൽ എടുക്കുക തന്നെ വേണം. ഇല്ല നമ്മൾ മഴ പെയ്യുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ നമ്മൾ മാറി താമസിക്കുക തന്നെ വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ സത്യം പറയല്ലോ അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. സത്യം പറയാം, അതിന് വേണ്ടി മുൻകരുതൽ എടുക്കണം, സർക്കാർ എടുക്കുക വേണം. ഇല്ലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചർച്ച ചെയ്യാൻ ഇപ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല, നമ്മളല്ല കുറച്ച് ജനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊക്കെ ഉൾപ്പെടുകയാണെങ്കിൽ അവിടെ സത്യം പറയല്ലോ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് അമ്മാതിരി ഒരു വലിയ ഡാമാണ്, അത്രയും വലിയ ഡാമാണ്. അത് നമ്മളിപ്പോൾ എത്ര കാലം ഇപ്പോൾ പറയുന്നുണ്ട്, കുറേ ആൾക്കാർ കഴിഞ്ഞാലും പറഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ ഡേഞ്ചറാണെന്ന്. പക്ഷേ ഡേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു സംഭവം, ഒരു സേഫ്റ്റി ആയിട്ട് ഒന്നും ചെയ്യണോ അതൊന്നുമില്ല. ആ ഒരു മുല്ലപ്പെരിയാർ കില്ലാതെ ലേശം എത്രയോ ടൺ കണക്കിന് വെള്ളമാണ് അവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? എത്രയോ ലക്ഷം കോടി ലിറ്റർ വെള്ളം നമുക്കത് അളക്കാൻ പോലും പറ്റില്ല. എന്ത് വെച്ചാൽ അത് ചെറുതായിട്ടൊരു ഫാൾട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സത്യം പറയല്ലോ ഏകദേശം ഒരു 5-6 ജില്ലകൾ പോകും. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യാനുള്ള ആൾക്കാർ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണം സർക്കാർ. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ MK സ്റ്റാലിൻ, അദ്ദേഹം 5 കോടി രൂപ കേരളത്തിന് ഈ വയനാട് ഇപ്പോൾ സംഭവിച്ചതിന് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. 5 കോടി രൂപ നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ കുറേ ആൾക്കാർ സ്പോൺസർ ചെയ്യാതിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കഴിഞ്ഞ പ്രളയം വന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പറഞ്ഞാൽ 2018 ആ സമയത്തൊക്കെ പ്രളയം വന്ന സമയത്ത് ഇതിനു വേണ്ടി കുറേ ഫണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ കുറേ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ. എന്തായാലും നമുക്കിനി അതൊന്നുകൂടി തുടരാൻ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ രക്ഷിക്കാനുണ്ട്. കുറേ ആൾക്കാർ വീട് പോയിട്ടുണ്ട്, വീടൊന്നും ഇല്ലല്ലോ പറയാലോ. വീടില്ല, ഒന്നുമില്ല, സ്ഥലം ഒന്നും അറിയില്ല. എന്ന് വെച്ചാൽ മൊത്തം ഒരു മല പോലെ അങ്ങനെ ആയിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാലേ ഇനി നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുക, അതേ പറയാനുള്ളൂ. ഇപ്പോൾ ഇനി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴക്കാലം തന്നെയാണ്. എന്താ വെച്ചാൽ ഇനിയും കുറച്ച് കാലം മഴ തുടരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും മഴ പെയ്യുന്നത് നല്ല സേഫ് എല്ലാം തോന്നിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട് മാറിയിട്ട് ഇരിക്കുക. വേറെ എവിടെയും ഇപ്പോൾ കുറേ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നടക്കേണ്ടില്ല, അവിടേക്ക് മാറിയിരിക്കുക, അതേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ആരും വെള്ളത്തിലേക്കൊന്നും പോകാതിരിക്കുക. ഇപ്പോൾ റീൽ ഇല്ലെങ്കിൽ മറ്റേ വീഡിയോ അത് കാര്യങ്ങളൊക്കെ വേണ്ടി വീഡിയോ എടുക്കാൻ പോകാതിരിക്കുക. എന്താ വെച്ചാൽ വെള്ളം എപ്പോൾ മഴ എപ്പോൾ ശക്തമാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതേ പറയാനുള്ളൂ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക.